അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ എന്തിനാണ് ഇപ്പോൾ ചേരുന്നതെന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നേക്കാം. അഖിൽ, ഈ വീട്ടുകാർ സ്റ്റേഷനിൽ അറിയിച്ചല്ലോ ഇങ്ങനെ അർജുനെ കാണാതായിട്ട് സമയം കുറേ ആകുന്നു, എത്രയും പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചു തരൂ എന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചല്ലോ. പക്ഷെ നടപടികൾ വൈകി എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള സർക്കാർ ഇടപെട്ടത് എപ്പോൾ? അധികാരികളുടെ ശ്രദ്ധ ഉണ്ടായോ? ഉദ്യോഗസ്ഥ തലത്തിൽ അതിനുള്ള നീക്കങ്ങൾ ഉണ്ടായോ? എല്ലാം നമുക്കറിയേണ്ടതുണ്ട്. കാരണം ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സ് പ്രായമുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഇന്ന് 5-ാം ദിവസമാണ്, 4 ദിവസം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് റഡാറിനെ കുറിച്ച് ചിന്തിക്കുന്നത്, NDRFനെ കുറിച്ച് ചിന്തിച്ച് ഇന്നലെ മന്ത്രിമാർ 2 പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഒന്ന് AK ശശീന്ദ്രനും മറ്റൊന്ന് ഗണേഷ് കുമാറും. അവരൊക്കെയും ഒരു തരത്തിൽ ഉരുണ്ട് കളിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നേവി വന്നാൽ എന്ത്, ബോട്ട് കാണാനില്ല, അപ്പോൾ ബോട്ടിന് വേണ്ടി പോകണം. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരുക്കങ്ങൾക്കുമുള്ള സമ്മർദ്ദം ഇവിടെ നിന്ന് ചെലുത്തിയില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണരാജ്, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതൊരു പൗരനും അപകടം സംഭവിച്ചാൽ അവനെ രക്ഷപ്പെടുത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അത് സർക്കാർ സംവിധാനത്തിനുണ്ട് എന്നത് എനിക്കും കൃഷ്ണരാജനും ഈ നാട്ടിലെ സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഈ അപകടത്തിൽ പെടുന്നതിനു ശേഷം അർജുൻ്റെ വീട്ടുകാർ, അർജുൻ്റെ ഭാര്യ, അച്ഛൻ, അമ്മ ഒക്കെ തന്നെ അർജുനെ ഫോൺ വിളിച്ചു നോക്കുകയാണ്. കിട്ടുന്നില്ല. ഒരു ജോലിക്ക് പോയ അർജുനെ കാണുന്നില്ല എന്ന തരത്തിൽ മാൻ മിസ്സിംഗ് കേസാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. അവർ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന്, കുറച്ച് കാര്യക്ഷമമായി നടത്തണം, ഫോൺ അടക്കം ട്രേസ് ചെയ്തുള്ള അന്വേഷണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും ആ തരത്തിൽ ആദ്യം ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ് കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബം ഒരു പരാതിയായി പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് 2 സംസ്ഥാനങ്ങളുടെ അതിർത്തിയാണ്, കർണാടകയും കേരളവും തമ്മിലുള്ള അതിർത്തിയാണ്. ആ അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവത്തിൽ അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലുള്ള ഒരാൾ അവിടെ അപകടത്തിൽപ്പെടുന്നു. അവരുമായി ഏകോപനം നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഏതെങ്കിലും ഒരു പോലീസുകാരനെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഉന്നത തലത്തിലുള്ള ജില്ലാ കളക്ടർ, അതിനുപരി ചീഫ് സെക്രട്ടറി, അതിനുപരി വകുപ്പ് മന്ത്രിമാരൊക്കെ തന്നെ ഇടപെട്ടാൽ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നുള്ളതാണ് അതിലൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം. ഇതിൽ കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈ അപകടമുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വെള്ളത്തിൽ ഒഴിച്ചു പോയിട്ടുണ്ടാകാം എന്നതാണ് കരുതുന്നത് എന്നതാണ് ഗതാഗത മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റായി പറയുന്നത്. മറ്റൊന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അല്ലെങ്കിൽ വടക്കൻ കേരളത്തിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, കേരളത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രതികരണം ഉണ്ടായത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ്. പക്ഷെ അവിടെയാണ് ചോദ്യം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ ജനങ്ങളും അർജുന്റെ കുടുംബം കേരളത്തിന്റെ പൊതുമനസാക്ഷിയും എല്ലാം തന്നെ ചോദിക്കുന്നത്. സർക്കാർ എന്ത് കാര്യമാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. കാരണം അതുകൊണ്ടാണ് ഇന്നലെ അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ അടക്കം ആവശ്യപ്പെടുന്നത് കേന്ദ്ര സേന എത്തണം, പട്ടാളമെത്തി ഈ തിരച്ചിലിന് നേതൃത്വം നൽകണം. കാരണം കേരളത്തിലെ സംവിധാനങ്ങളോട് അവരുടെ വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കണം. കാരണം ആ മണ്ണിനടിയിലുള്ളത് സ്വന്തം കൂടപ്പറപ്പായ ആ ജീവനെ രക്ഷിക്കാനുള്ള അവരുടെ ആ കരുതൽ കൊണ്ടായിരിക്കണം അവർ അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ ഒരു മെല്ലപ്പൊക്കെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചതിന്റെ ഒരു പരിണിത ഫലമാണ്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDRFനെ കൊണ്ടുവരുന്നതിൽ, അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൊക്കെ തന്നെ സർക്കാർ വരുത്തിയ ഒരു കാലതാമസമുണ്ട്. ആ കാലതാമസമാണ് ഇപ്പോഴും ഈ തിരച്ചിൽ ഈ ഗതിയിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു യോഗം ചേരാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കർണാടക സർക്കാരുമായി സംസാരിക്കാൻ, കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് വളരെ രസകരമായ കാര്യമാണല്ലോ. കാരണം ഇപ്പോഴാണ് കർണാടക സർക്കാരുമായി ഒന്ന് ആക്റ്റീവായി സംസാരിക്കാമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. ഇന്ന് 96 മണിക്കൂർ കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ മണ്ണിനടിയിലാണ്. കുടുംബം ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവർ പറയുന്നത് അറിയിക്കേണ്ട സമയത്ത് അവർ അറിയിച്ചു, അതിനപ്പുറം ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു.
അതാണ് കൃഷ്ണ ഞാൻ സൂചിപ്പിച്ചത്. ഈ സ്നേഹത്തിന്റെ കട തുറന്ന് കർണാടകയിൽ അധികാരം നടത്തുന്ന കോൺഗ്രസിനോട് ഇന്ത്യ സഖ്യമായി മത്സരിച്ച് ഒരുമിച്ച് നിന്നവർക്ക് പരസ്പരം ഒരു കാര്യം വരുമ്പോൾ പോലും സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സത്യസന്ധമായ കാര്യം അതാണ്. കാരണം അവർ പലപ്പോഴും പരസ്പരമായ രാഷ്ട്രീയമാണ് മനസ്സിൽ വെച്ച് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു ജീവനിൽ പോലും അവർ ഈ രാഷ്ട്രീയമായ ചിന്താഗതി കർണാടക സർക്കാരിനോട് സംസാരിച്ച് കർണാടക സർക്കാർ ഇതിൽ ഇടപെട്ട് കർണാടക സർക്കാർ ഏതെങ്കിലും കാര്യത്തിലുള്ളൊരു നീക്കുപോക്ക് നടത്തിയാൽ അത് കേരളത്തിലെ കോൺഗ്രസ് അതിനെ ഉപയോഗിക്കുമോ എന്നുള്ളൊരു ഭയം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ എല്ലാ അപകടത്തിലും ആ അപകടത്തിന്റെ തിരച്ചിലുകൾ നടത്തിയ സംവിധാനങ്ങളിലൊക്കെ തന്നെ സർക്കാരിന് പാളിച്ച പറ്റി, അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പാളിച്ച പറ്റി, സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള പിന്നോക്ക് പോക്കൽ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്ന സമയത്ത് ഈ കാര്യം കൂടി അത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായാൽ അത് കേരള സർക്കാരിനുണ്ടാകുന്ന ഒരു തിരിച്ചടിയായ ഒരു വിലയിരുത്തൽ ഉണ്ടാകാം. ഇപ്പോൾ മാത്രം സംസാരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും അവർ സംസാരിക്കണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം അർജുന്റെ ജീവൻ അത്ര വിലയുണ്ട്. കാരണം അർജുനെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, അർജുനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്, ഒരു കുടുംബമുണ്ട്, അർജുനെ കാത്തിരിക്കുന്ന കൂട്ടുകാരുണ്ട്, അങ്ങനെ ഒരു നാടുണ്ട്, ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കേൾക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കർണാടകയുമായി സംസാരിക്കുന്ന കാര്യത്തിൽ വേഗത്തിൽ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്തായാലും ആ കാര്യത്തിൽ കുറച്ച് വേഗതയുണ്ടാകണം. ഒച്ചഴയുന്നത് പോലെ ആമഴഞ്ചാൻ തോട് പോലെ ആകാതിരുന്നാൽ മതി എന്ന പ്രാർത്ഥനയാണ് നമുക്കുമുള്ളത്. കൃഷ്ണരാജ്.